പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഡൊമസ്റ്റിക്കിലാണോ ഇത് എവിടെയൊക്കെയാണ് ഇപ്പോൾ കമ്പനി മാനുഫാക്ചർ ചെയ്തത്? കഴിഞ്ഞ ഏതാണ്ട് ഇപ്പോൾ ഒരു 10-18 വർഷമായി ഞങ്ങളെ കമ്പനി ഇതായിട്ട്. ഈ 18 വർഷത്തിനുള്ളിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ വളരെയധികം ഫേമസ് ആയിട്ട് ഞങ്ങളെ വളരെയധികം അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ. ഞങ്ങളുടെ പ്രോഡക്റ്റ് അമേരിക്ക പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ വരെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക, ജോഹന്നസ്ബർഗ്, ഇസ്രയേൽ, മലേഷ്യ. ഇപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് മാൻ പവർ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് വളരെയധികം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീം ഞങ്ങൾക്ക് ഉണ്ട്. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസൈൻ മാത്രം നോക്കുന്ന ഒരു 5-6 പേര്. അത് വളരെയധികം ഡെഡിക്കേഷനോട് കൂടിയിട്ട് അവരത് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ് ഓറിയൻറ്റഡ് ആയ കാരണം സർവീസ് ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് ഏതാണ്ടൊരു 8 എൻജിനീയേഴ്സ്, സീനിയർ എൻജിനീയേഴ്സ് ഔട്ട്സൈഡ് തന്നെ സർവീസ്. അത് ഈ കമ്മീഷനിങ്ങും അതേപോലെ തന്നെ ഹാൻഡിങ് ഓവർ ഓഫ് ദി പ്ലാന്റ് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉള്ളത്. പിന്നെ മാനുഫാക്ചറിങ്ങിലാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് എല്ലാവിധ ക്വാളിറ്റി കൺട്രോൾ ചെക്കിങ്ങോട് കൂടിയിട്ടാണ് ഞങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി ആൻഡ് എംപ്ലോയർ തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആവാൻ പറ്റുള്ളൂ? അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ എംപ്ലോയീസ് ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 18 വർഷമായിട്ട് അവർ കൂടുതൽ സ്കില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം നല്ലൊരു ടേംസാണ് ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ഇതൊരു പ്രോസസ് ഡിസൈനർ എന്നും കൂടെ ഇതിലുണ്ടല്ലോ സർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോസസ്സിങ് ചെയ്തിട്ട് അതിന് ഡിസൈൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണോ? അത് അല്ല, അങ്ങനെയല്ല. ഈ പ്രോസസ് ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സ്പ്രേ ഡ്രയർ ഇല്ലെങ്കിൽ ഞങ്ങളെ ഒരു വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമ്മൾക്കുള്ളത്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഡ്രൈയിങ്, ഇൻഡസ്ട്രിയിൽ വരുന്ന ഡ്രൈയിങ് അപ്ലിക്കേഷൻസിനെ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് അതിനെ കണ്ടിന്യൂസ് ഡ്രൈയിങ് സിസ്റ്റം ആണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൽ ലിക്വിഡിനെ ഡ്രൈ ചെയ്യേണ്ട ഇത് വരും. ഫോർ എക്സാമ്പിൾ നമ്മളെ മിൽക്ക് ടു മിൽക്ക് പൗഡർ, കോഫി ടു കോഫി പൗഡർ, ഡിറ്റർജൻറ്റ് ടു ഡിറ്റർജൻറ്റ് പൗഡർ, അങ്ങനെയുള്ള ഒരു വിഭാഗം വരുന്നുണ്ട്. അപ്പോൾ ലിക്വിഡിൽ നിന്ന് പൗഡർ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ സ്പ്രേ ഡ്രയർ. അതേസമയം ഒരുപാട് വേറെ സംഭവങ്ങളുമുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പേസ്റ്റ് പോലുള്ള ഒരു സാധനമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കോൾഗേറ്റ് പേസ്റ്റ്, അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഈ എക്യുപ്മെൻറ്റിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൾഗേറ്റ് പൗഡറായിട്ട് അല്ലെങ്കിൽ കോൾഗേറ്റ് പൗഡർ പോലെയുള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് പാക്കിംഗ് ചെയ്തിട്ട് മാറ്റാൻ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു വരും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അതേപോലെ തന്നെ മോയ്സ്റ്റ് പൗഡറിനെ അതിൻ്റെ മോയ്സ്ചർ നീക്കിയിട്ട് ഫ്രീ ഫ്ലോയിങ് പൗഡറാക്കുക. പിന്നെ ലോ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് അതിനെ കോൺസെൻട്രേറ്റഡ് ലിക്വിഡാക്കി മാറ്റുക. ഉദാഹരണമായിട്ട് മിൽക്ക് ഇപ്പോൾ നമ്മൾ സ്പ്രേ ഡ്രൈയിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 10% മാത്രമേ സോളിഡ് ഉള്ളൂ. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു 50% കോൺസെൻട്രേഷൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ഡ്രൈയിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്, വാക്യൂം ഇവാപ്പറേറ്റേഴ്സ്. അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട്. പിന്നെ മെംബ്രെയിൻ ടെക്നോളജി, ഓസ്മോട്ടിക് പ്രഷറിൽ നമ്മൾ ലിക്വിഡിൻ 2 തരത്തിലുള്ള ലിക്വിഡ് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് അനുസരിച്ചിട്ട് അതിനെ തരംതിരിക്കുക. ഇപ്പോൾ ഉപ്പും പഞ്ചസാരയും കൂടി കലക്കിയൊരു വെള്ളമാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ വെള്ളം വേറെയും പഞ്ചസാരയുടെ വെള്ളം വേറെയും ആക്കുന്ന ഒരു ടെക്നോളജി, പ്രോസസ്സ് ചെയ്തിട്ട് മാറ്റുക. അങ്ങനെയുള്ള ഒരു ടെക്നോളജിയാണ് മെംബ്രെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതുകൂടാണ്ട് പിന്നെ ഈ പൊല്യൂഷൻ്റെ ആപ്ലിക്കേഷൻസിൽ ഞങ്ങൾ ഒരുപാട് സീറോ പൊല്യൂട്ടഡ് യൂണിറ്റ്സ് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ്ലുവൻറ്റിനെ നമ്മൾ ഇവാപ്പറേറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ സോളിഡിനെ മാറ്റി മദർ ലിക്കർ നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. തീർച്ചയായും താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഞങ്ങളിപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഞങ്ങൾ കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ ആരും ചെയ്യാത്ത
ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾ വളരെയധികം ഇതായിട്ട് ഒരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കൊളംബിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങളൊരു പ്ലാന്റ് ഇപ്പോൾ ഒരു പൈലറ്റ് പ്ലാന്റാണത് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റിലറി ഇൻഡസ്ട്രീസിൽ വരുന്ന സ്പെൻഡ് അത് ഈ മൊളാസിസ് പ്രോസസ്സിന് ചെയ്തതിന് ശേഷം അതിൽ വിനാസ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അത് വളരെയധികം എഫ്ലുവൻ്റാണ്, അത് ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഞങ്ങളെ ഈ ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങളതിന്ന് ഫ്യൂവൽ ഉണ്ടാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ സക്സസ് ആണ്. ഈ സ്പെൻഡ് നമ്മൾ സ്പ്രേ ഡ്രൈയിങ് ചെയ്തിട്ട് കിട്ടുന്ന പൗഡർ അത് ഏതാണ്ട് നമ്മൾ ഒരു 4000 കിലോ കലോറീസ് അതിൻ്റെ അതിലൊരു കിലോ പൗഡറിൽ നിന്ന് ഏതാണ്ട് 4000 കിലോ കലോറീസ് നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. അപ്പോൾ നമുക്ക് കോളിനോ അല്ലെങ്കിൽ നമ്മളെ ഫർണസ് ഫ്യൂൽ ഓയിലോ അങ്ങനെയുള്ളതിന് പകരം നമുക്കിത് ബേൺ ചെയ്തിട്ട് നമുക്ക് ഈ ഫ്യൂവലിൻ്റെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ പൈലറ്റ് പ്ലാന്റ് ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളി അത് കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ അവരെ വലിയൊരു ഓർഡറുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പുതിയൊരു കാൽവയ്പ്പാണ്. അതിനുവേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ്. അതെ. അത് ഏതാണ്ട് ഇപ്പോൾ ഓർഡറെല്ലാം ഫൈനലായി. അത് ഏതാണ്ട് ഒരു അറൗണ്ട് 8 crores ഒരു പ്രൊജക്റ്റാണ്. മറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയുണ്ട് സർ? കലാപരമായിട്ട് കുറച്ച് എഴുതും. എഴുത്ത് ആദ്യമേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടുതൽ അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കവിതകൾ എഴുതാറുണ്ട്. ഒരു 40-45-50 കവിതകൾ എഴുതിയിട്ടുണ്ട്. അതൊരു പുസ്തകമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഏതെങ്കിലും നല്ല ഒരു കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മുഖം നഷ്ടപ്പെട്ടവർ എന്ന് ആണ് ഈ കവിതയുടെ പേര്. അലറുന്ന കടലോതി ഇളകുന്ന തിരയോതി കൊടും കാറ്റിലുലയുന്നൊരയാലിനിലയോതി കൊതി കൊണ്ട മനുജന്നു മുഖമില്ല പോൽ കൊതി കൊണ്ട മനുജന്നു മുഖമില്ല പോൽ നദിയിലൂടൊഴുകുന്ന കരിയില കരഞ്ഞോതി അടിയിലതിലാഴത്തിലടിയുന്ന മണ്ണോതി കൊതി കൊണ്ട മനുജന്നു മുഖമില്ല പോൽ മുഖമൂടി മാത്രമാണിവർ തൻ്റെ മുഖമുദ്ര മുഖമില്ലാ ഭൂതങ്ങളത്രേ ഇന്നീ ഭൂവിലിവരെത്ര മാറി പ്രകൃതിയും പേടിച്ചു ചൊല്ലുന്നു ഗദ്ഗദം കൊതി കൊണ്ട മനുജന്നു മുഖമില്ല പോൽ ഒടുവിലൊരു പകലിൻ്റെ നീറുന്ന മാത്രയിൽ അമ്മ തൻ നെഞ്ചിലിവരമ്പിറക്കി പിതൃഹത്യ പണ്ടേ നടത്തിയോരിവരിന്നു ജനനി തന്നിണവും കുടിച്ചിറക്കി ഇവരെത്ര മാറി ഇന്നിവരെത്ര മാറി ഈ പ്രകൃതിയും പേടിച്ചു ചൊല്ലുന്നു ഗദ്ഗദം കൊതി കൊണ്ട മനുജന്നു മുഖമില്ല പോൽ